പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചിരുന്നില്ല. ഇയാൾ ചത്തുപോയി എന്ന് ചിലരെങ്കിലും വിചാരിച്ചു. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, എന്ത് പറ്റി, അസുഖം വല്ലതുമാണോ? നല്ല സുഖം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പനി, ചുമ, ശ്വാസതടസ്സം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല, എൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു പാരുഷ്യം നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാവാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഏതായാലും വലിയ ഉപദ്രവമില്ലാതെ ഇപ്പോൾ തിരിച്ചെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും വേണമെങ്കിൽ വലിയ ചുമ പൊട്ടി പുറപ്പെടാം. അപ്പോൾ ഇത് ശങ്കരാഭരണത്തിൻ്റെ ക്ലൈമാക്സ് വിലയിൽ പോകും. ഏതായാലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന പ്രതീക്ഷയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ലോക ചരിത്രത്തിൽ, ലോക സമാധാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുമൊക്കെ വളരെ നിർണായകമായൊരു ദിവസമാണ് ഈ ദിവസം. ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ആരംഭിച്ച ചെറുത്തുനിൽപ്പാണ് ഇന്നിപ്പോൾ ഈ വെടിനിർത്തലിലൂടെ പൂർണ്ണമാകും. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ അതിർത്തി ലംഘിച്ച് ഇവർ ഏതാനും യഹൂദന്മാരെ വധിക്കുകയും സ്ത്രീകളടക്കമുള്ളവരെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. ബന്ദികളെ മോചിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആരംഭിച്ച ഒരു വലിയ പ്രത്യാക്രമണമാണ് ഏതാണ്ട് 46,000-ത്തിലധികം ആളുകളുടെ മരണത്തിൽ കലാശിച്ച ഈ ഗസ എന്ന് പറഞ്ഞ വളരെ ജനസാന്ദ്രത കൂടിയ ഒരു ഭൂപ്രദേശത്തെ ആ ബോംബുകൾ കൊണ്ടും ഷെല്ലുകൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും ഏതാണ്ട് ഒരു മരണവീട് പോലെ ആക്കിയ, അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയ, കല്ലുമ്മ കല്ല് കാണാത്ത രീതിയിൽ ഒട്ടും ബാക്കിയില്ലാതെ അവശേഷിപ്പിച്ച ഒരു മഹാവിപത്തായിട്ട് വളർന്നു. ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകിയ ഹമാസുകാർ, അവരിലും കുറേ പേർ കൊല്ലപ്പെട്ടു. അതിൻ്റെ പ്രധാന നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വച്ച് ഇസ്രായേലി ഏജൻറ്റുമാർ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന യാഹ്യ സിൻവറിനെ പാലസ്തീനിൽ വെച്ച് കൊലപ്പെടുത്തി. അതിൻ്റെ കമാൻഡർമാരിൽ പലരും കൊല്ലപ്പെട്ടു. ആ പോരാളികൾ ധാരാളം പേർ മരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവർ കീഴടങ്ങിയില്ല. അവർ തോറ്റില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന പഴയ മുദ്രാവാക്യം പോലെ അവർ കൈ കിട്ടിയ കല്ലുകൊണ്ടും ആ മരം കൊണ്ടും ആ കാവണി കൊണ്ടുമൊക്കെ ആക്രമണം തുടരുകയായിരുന്നു. ആക്രമണം എന്ന് പറയുമ്പോൾ അതിനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഇസ്രായേൽ വിമാനങ്ങൾ പറന്നു വരികയും ഇവരുടെ ഒളിത്താവളങ്ങളെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ലക്കാനുമില്ലാതെ ബോംബുകൾ വർഷിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പ്രായം ചെന്നവരും കുട്ടികളും കൈക്കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാവരും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തോട് എതിർപ്പുള്ള ആളുകളും ഈ ബോംബാക്രമണത്തിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുദ്ധാനുകൂലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയൊരു വിപത്തായിട്ട് മാറിയിരുന്നു ഇത്. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പരമാവധി ശ്രമിച്ചു, നടന്നില്ല. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പല പെറ്റീഷൻസും പോയി, അത് നടന്നില്ല. അമേരിക്കയിലെ പല സർവകലാശാലകളിലും ഈ യുദ്ധത്തിനെതിരായിട്ട് പ്രതിഷേധമുണ്ടായി. യഹൂദന്മാരായ പ്രൊഫസർമാർക്കും വൈസ് ചാൻസലർമാർക്കും ഒക്കെ എതിരായിട്ട് പ്രകടനങ്ങൾ നടന്നു, മറ്റു പലതും നടന്നു. ഈ പലസ്തീൻ യുദ്ധത്തിൽ ഏറ്റവും വലിയ സർഗാത്മകമായി ചേർത്ത് നിൽപ്പ് നടന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ആ പേര് തന്നെ ഇന്തിഫാദ എന്നാക്കി മാറ്റി. പക്ഷേ ഈ സംഘപരിവാർ അനുകൂലിയായിരുന്ന അന്നത്തെ ചാൻസലറും വൈസ് ചാൻസലറും ചേർന്ന് ആ പേര് വെട്ടി എന്നത് വേറെ ചരിത്രമാണ്. ഇക്കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൽ പോലും പലസ്തീൻ്റെ വേദനയായിരുന്നു ഈ മിമിക്രിയുടെയും മോണാക്ടിൻ്റെയൊക്കെ പ്രധാന തീം. ആ നിലയിൽ വരെ ഇവിടെ പ്രതിഷേധമുണ്ടായി. വലിയ പ്രകടനങ്ങൾ നടന്നു. ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മത്സരിച്ച് പലസ്തീൻ ഐക്യദാർഢ്യങ്ങൾ നടത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ ഇസ്രായേലിന് യാതൊരു കുലുക്കമുണ്ടായില്ല. കാരണം ഇവിടുത്തെ ഈ മലയാള പത്രങ്ങളൊന്നും പുള്ളി വായിച്ചിരുന്നില്ല. ചന്ദ്രികയ്ക്ക്, സിറാജിനും മാധ്യമത്തിനും ഒന്നും ടെല്ലവൈവിൽ യാതൊരു സർക്കുലേഷനും ഇല്ല. മീഡിയ വൺ ചാനലിൽ നടക്കുന്ന അടുപ്പൂട്ടി ചർച്ചയെങ്കിലും കണ്ടെങ്കിൽ പുള്ളി യുദ്ധം നിർത്തിയേനെ, പണ്ടേ നിർത്തിയേനെ. കാരണം ദാവൂദ് സാഹിബ് നേരത്തെ പറഞ്ഞു ഇസ്രായേൽ തോറ്റു കഴിഞ്ഞു. പിന്നെ PT നാസറും പറഞ്ഞു, അത് തന്നെ അജിംസും പറഞ്ഞു, റാവുത്തരും പറഞ്ഞു. ഇത്രയും പേര് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം യുദ്ധം നിർത്തേണ്ടായിരുന്നു, പക്ഷേ നിർത്തിയില്ല. ഒടുവിൽ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ട്രംപ് സാഹിബ് ജയിച്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു യുദ്ധം ഇത്രാം തീയതിക്കുള്ളിൽ നിർത്തണം. ജനുവരി 20 ഞാൻ ചാകരക്കുമ്പോൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ എല്ലാത്തിനും കാച്ചിക്കളയും എന്ന് പറഞ്ഞു. അപ്പോൾ ഹമാസിന് കാര്യം മനസ്സിലായി, ഇസ്രായേലിന് കാര്യം മനസ്സിലായി. ഈ താടികൾ അപ്പാപ്പനെ പേടിയുണ്ടെന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് താടിയില്ല മീശയില്ല എങ്കിൽ പോലും ഈ ട്രംപ് എന്ന് പറഞ്ഞൊരു വേറൊരു സംഭവമാണ്. പുള്ളി എന്താ ചെയ്യാന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല.
ഇനി എവിടെയായിരിക്കും ആറ്റം ബോംബിടുക, എവിടെയായിരിക്കും ഹൈഡ്രജൻ ബോംബിടുക എന്ന് ആലോചിച്ചപ്പോൾ യുദ്ധം നിർത്തുന്നതാണ് ഭേദം എന്ന് മനസ്സിലായി. അങ്ങനെ വെടിനിർത്തൽ ഒപ്പിടുകയാണ്. ഇപ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുക. ഏതായാലും ബഹുഭൂരിപക്ഷം പത്രങ്ങളും പറയുന്നത് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിറവേറിയില്ല, സൈനിക ലക്ഷ്യങ്ങൾ നിറവേറിയില്ല. കാര്യം 46,000 പലസ്തീൻകാരെ വധിച്ചു. ആ ഇസ്മായിൽ ഹനിയ പടമായി, യഹ്യ സിൻവർ പടമായി, പോരാളികളും ബഹുഭൂരിപക്ഷം പേര് പടമായി. അവരുടെ വെടിക്കോപ്പുകളെല്ലാം തീർന്നു, തോക്കുകളെല്ലാം പൊട്ടാതെയായി. പിന്നെ ഒന്നുമില്ല ബാക്കി. ഗസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പോൾ കല്ലും കട്ടയും മാത്രം. എങ്കിൽ പോലും കീഴടങ്ങിയില്ല. ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല. അതിനുവേണ്ടിയുള്ള യുദ്ധം ചെയ്തു. അപ്പോൾ എന്തുദ്ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്തു? ആ യുദ്ധ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇസ്രായേൽ തോറ്റു. ഇസ്രായേൽ തോറ്റു എന്ന് തന്നെയാണ് ദാവൂദ് സാഹിബ് ഇപ്പോഴും പറയുന്നത്. ആ സാഹിബ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല, അതിന് പുറത്ത് റിവിഷനും ഇല്ല, റിവ്യൂ ഇല്ല, ഒന്നുമില്ല. അത് ദൈവഹിതം പോലെ നമ്മൾ അംഗീകരിക്കാൻ മാറും. അപ്പോൾ ഈ ദാവൂദ് സാഹിബ് പറഞ്ഞ് ഞാനും വിശ്വസിക്കുകയാണ്. കാര്യം ഇതൊക്കെയാണ്, ശരിയാണ്. ഇത്രയധികം ആൾനാശം ഉണ്ടായി, പടനായകന്മാർ മരിച്ചു, പടയാളികളും മരിച്ചു. ഇനി യുദ്ധം ചെയ്യാനായിട്ട് ആ തോക്കുമില്ല, ഉണ്ടയുമില്ല, ഒരു ഉണ്ടയുമില്ല എന്ന അവസ്ഥയിൽ. എന്നാൽ പോലും അവർ കീഴടങ്ങിയില്ല. സമാധാന കരാർ ഒപ്പിട്ടു. അത് തന്നെ വലിയ കാര്യമാണ്. സമാധാന കരാറല്ല, വെടിനിർത്തൽ കരാർ ഒപ്പിട്ടു. ഇനി ഇതിൻ്റെ അർത്ഥം വെടിവെക്കില്ല എന്നുള്ളതല്ല. ആദ്യത്തെ അവസരത്തിൽ തന്നെ ഹമാസ് വെടിവെക്കും, ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇസ്രായേൽ വീണ്ടും ബോംബിടും. അതുകൊണ്ട് ആ യുദ്ധം ഇവിടെ അവസാനിക്കുകയല്ല, ഒരു പൂർണ്ണവിരാമമല്ല, അർദ്ധവിരാമം എന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ ലഘുവിരാമം ഇവിടെ ഉണ്ടാകുകയാണ്. ഏതായാലും സമാധാനം സ്ഥാപിക്കപ്പെട്ടതിൽ സന്തോഷിക്കും. ഈ ലോകാരോഗ്യ സംഘടന പോലെ, എന്താണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടല്ലോ, ഇവരാണ് ഏറ്റവും വലിയ കോമാളികൾ എന്നെനിക്ക് തോന്നുന്നു. ഈ ശുംഭന്മാരെയൊക്കെ അവരിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് അവിടെ വല്ല ചാണാമ്പള്ളം തളിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പലസ്തീനിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആ ദൈവത്തോടോ അള്ളാഹുവിനോടോ യഹോവയോടോ പ്രാർത്ഥിക്കുന്നത് ശുദ്ധ അസംബന്ധമായിരിക്കും. കുറച്ച് നാളത്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കണേ പടച്ച റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.